പെബിൾസ് മലയാളം. നന്ദികെട്ട സിംഹം. ഒരിക്കൽ ഒരു കൊടുങ്കാട്ടിൽ ഒരു ക്രൂരനായ സിംഹം താമസിച്ചിരുന്നു. ഒരു ദിവസം സിംഹം വേട്ടക്കാരന്റെ കെണിയിൽപ്പെട്ടു. അങ്ങനെയിരിക്കെ നിരവധി മൃഗങ്ങൾ കൂടിനരികിലൂടെ കടന്നുപോയി. എന്നെ സഹായിക്കൂ എന്ന് സിംഹം അവരോട് അപേക്ഷിച്ചു. എന്നാൽ മൃഗങ്ങളൊന്നും അദ്ദേഹത്തിന്റെ അപേക്ഷ കേട്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ കാട്ടിലേക്ക് വന്നു. അയാൾ സിംഹത്തെ കണ്ടു. സിംഹം പറഞ്ഞു, ഞാൻ വിശപ്പും ശ്വാസം മുട്ടലും മൂലം മരിക്കും, എന്നെ സഹായിക്കൂ. എന്നാൽ ആ ദയുള്ള മനുഷ്യൻ ചിന്താകുലനായി നിന്നു. ആ സമയത്ത് സിംഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ദയവായി എന്നെ സഹായിക്കൂ. വേട്ടക്കാരൻ എപ്പോൾ വേണമെങ്കിലും വരും. അങ്ങനെ ആ മനുഷ്യന് സിംഹത്തോട് സഹതാപം തോന്നുകയും സിംഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. സ്വതന്ത്രനായ സിംഹം ഉടൻ തന്നെ അയാൾക്ക് നേരെ അലറി, ഞാൻ വളരെ കാലമായി കൂട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഭക്ഷിക്കേണ്ടി വരും. സിംഹം ആ മനുഷ്യനെ നോക്കി പറഞ്ഞു. എന്നാൽ ആ മനുഷ്യൻ സിംഹത്തോട് ചോദിച്ചു, നീ എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പു തന്നതല്ലേ, പിന്നെ ഇപ്പോഴെന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? സിംഹം പറഞ്ഞു, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പരിഭ്രാന്തനായ മനുഷ്യൻ വേഗത്തിൽ ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് എന്നെ കഴിക്കാം. എന്നാൽ നിങ്ങളെ രക്ഷിച്ച വ്യക്തിയെ കഴിക്കുന്നത് ശരിയാണോ? ഈ കാര്യം തീരുമാനിക്കുന്നതിനായി ഒരു വിധികർത്താവിനെ നമുക്ക് ആവശ്യമാണ്. സിംഹം സമ്മതിച്ചു. ഒരു മൃഗവും തനിക്കെതിരെ സംസാരിക്കില്ലെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കുറുക്കൻ ആ വഴി വന്നത്. കുറുക്കനോട് വിധികർത്താവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അഭിസംബോധന ചെയ്തു, സിംഹം, സർ, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് എന്നെ കാണിച്ചു തരാമോ? സിംഹം അതിന് സന്നദ്ധനായി. സിംഹം കൂട്ടിൽ പ്രവേശിച്ച് കൂട്ടിന്റെ വാതിൽ അടച്ചു. കുറുക്കൻ ഉടനെ തന്നെ ആ കൂട് പുറത്തുനിന്നും പൂട്ടി. ഇപ്പോൾ സിംഹം വീണ്ടും കുടുങ്ങി. അതിനുശേഷം കുറുക്കൻ അയാളോട് പറഞ്ഞു, വേഗം ഓടിപ്പോയിക്കോളൂ. ഒരിക്കലും ചിന്തിക്കാതെ സഹായം വാഗ്ദാനം ചെയ്യരുത്, കുറുക്കൻ പറഞ്ഞു. പേടിച്ചെറേണ്ട മനുഷ്യൻ തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നന്ദികെട്ട സിംഹം വീണ്ടും കൂട്ടിൽ കുടുങ്ങി. വേട്ടക്കാരൻ വന്ന് സിംഹത്തെ തന്റെ സർക്കസ് കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. ഒരു ഗ്രാമത്തിൽ രാജേഷ് എന്ന കഠിനാധ്വാനിയായ കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കരൺ, അർജുൻ, യശ് എന്നീ 3 ആൺമക്കളുണ്ടായിരുന്നു. 3 പേരും ആരോഗ്യമുള്ളവരും ശക്തരുമായിരുന്നു. പക്ഷെ അവർ മടിയന്മാരായിരുന്നു. മക്കളുടെയും കൃഷിസ്ഥലത്തിന്റെയും ഭാവിയെക്കുറിച്ച് രാജേഷ് സങ്കടപ്പെട്ടു. ഒരു ദിവസം രാജേഷിനൊരു ആശയം ലഭിച്ചു. അവൻ തന്റെ എല്ലാ മക്കളെയും വിളിച്ചു പറഞ്ഞു, നമ്മുടെ കൃഷിയിടത്തിൽ ഞാനൊരു നിധി കുഴിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിധി തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടേതായിരിക്കും. 3 ആൺമക്കളും സന്തോഷിച്ചു. അവർ കൃഷിയിടത്തിൽ പോയി തിരയാൻ തുടങ്ങി. കരൺ ഒരറ്റത്തു നിന്നും ആരംഭിച്ചു. അർജുൻ മറ്റേ അറ്റത്തു നിന്നും തിരഞ്ഞു. യശ് നടുവിലും തിരയാൻ തുടങ്ങി.
അവർ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. രാജേഷ് തന്റെ മക്കളോടായി പറഞ്ഞു, കുട്ടികളെ, നിങ്ങളിപ്പോൾ നിലം ശരിക്കും വിതയ്ക്കാൻ പാകമാക്കിയിരിക്കുന്നു. നമുക്കിതിൽ വിത്ത് വിതയ്ക്കാം. മക്കൾ 3 പേരും സമ്മതിച്ചു. അവർ വിത്ത് വിതച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിത്ത് മുളച്ച് എല്ലായിടത്തും പച്ച വിരിച്ചു. രാജേഷിനും മക്കൾക്കും സന്തോഷമായി. അദ്ദേഹം മക്കളോട് പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ നിധി. രാജേഷിന്റെ 3 മക്കളും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി. കുഞ്ഞുങ്ങളെ, ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണ്? പെബിൾസ് മലയാളം.